ഹലോ അനന്തുവാണ്. ഇന്നത്തെ ഒരു അടിപൊളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോക്കോ 3 ഫേസ് ഷോക്കോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വയർ ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. 1, 2, 3 പാർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ പാർട്ടാകും കേട്ടോ. 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് പാർട്ടായിട്ട് പോകും. കാരണം ബോക്സ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ 3 ഫേസിൻ്റെ സാധനങ്ങൾ എക്യുപ്മെൻറ്റ് പിടിപ്പിക്കുന്ന മെറ്റൽ ഷീറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, ആ മെറ്റൽ ഷീറ്റ് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നവരും അതിൻ്റെ വയറിങ് വരും. പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്, ഫുൾ ലെങ്ത് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴായിട്ട് എൻ്റെ ജോലിക്കിടയിലായിരിക്കും ഇതൊക്കെ ചെയ്ത് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കണക്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. നെക്സ്റ്റിനകത്ത് വരുന്ന അതിൻ്റെ വയറിംഗ് ഡീറ്റെയിൽസ് ആയിരിക്കും. അടുത്തതിൻ്റെ അകത്ത് വരുന്ന വയറിംഗ് തീർത്ത് കഴിയുമ്പോൾ നമ്മളത് എങ്ങനെ നമ്മുടെ ഫ്ലൈ കേസിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്ന് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഐറ്റംസ് വേണ്ടെന്നും അത് എന്തൊക്കെയാണ് അതിൻ്റെ ഏതൊക്കെ കമ്പനിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഒരു 3 ഫേസ് ഷോക്കോ ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് ഇതിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ചാനല്, ഫ്രണ്ട് പാനൽ നമ്മൾ മെറ്റൽ ഷീറ്റ് വെട്ടിയത്, ബാക്ക് സൈഡ് മെറ്റൽ ഷീറ്റ് വെട്ടിയത്, പിന്നെ അതിൻ്റെ കണക്ടേഴ്സ്, മീറ്ററുകൾ, കണക്റ്റിംഗ് ബോൾട്ടുകൾ, പിന്നെ MCB 4 പോൾ ഐസൊലേറ്റർ, ആ MCB ലൂപ്പ് ചെയ്യുന്ന കണക്ടർ, പിന്നെ നമുക്ക് 3 ഫേസ് സിംഗിൾ ഫേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കണക്ടേഴ്സ്, ഇൻഡിക്കേറ്റർ ലാമ്പുകൾ, പിന്നെ 2 പിൻ എടുക്കേണ്ട കണക്ടറുകൾ, 3 പിൻ കണക്ടറുകൾ, 3 ഫേസ് ഇൻപുട്ട് കയറേണ്ട കണക്ടറുകൾ, പിന്നെ അതിൻ്റെ ക്ലാമ്പുകൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഫ്ലൈ കേസ് വേണം. ഫ്ലൈ കേസ് നമ്മൾ അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് സ്റ്റെപ്പായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് താമസം, പുറകെ അടുത്ത വീഡിയോയ്ക്കകത്ത് ഫ്ലൈ കേസ് കിട്ടിയാലും മതി. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയാണ്. പിന്നെ വയർ വേണം, 2.5-ൻ്റെ 4 mm² വയർ വേണം. അത് നമ്മൾ ഇന്നത്തേക്ക് മേടിച്ചിട്ടില്ല, കാരണം ഇന്ന് നമ്മൾ ഫിറ്റിങ്സ് വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇവത്തിലെല്ലാം ഫിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ സമയമാവും. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ലെങ്ത് ആവും വീഡിയോയ്ക്ക്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്താണ് നമ്മൾ വയറിങ് സെക്ഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് 2.5 ഏതിനാണ് കൊടുക്കുന്നത്, 4 mm² നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഇതിന് 1 mm² വയറാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് വയർ ചെയ്യുന്നത്, നമ്മൾ സോൾഡർ ചെയ്യേണ്ട വയറിംഗ് ഉണ്ട്, ലെഗ് അടിക്കേണ്ട വയറിംഗ് ഉണ്ട്, അതെല്ലാം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് പുറകെ വരുന്നത്. 1 by 1 ആയിട്ട് പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഫിറ്റിംഗ് വീഡിയോ ആണ്. അപ്പം ഫിറ്റിംഗ് വീഡിയോയ്ക്ക് മുമ്പ് ഏതൊക്കെ കമ്പനിയുടെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്രയൊക്കെ ആംബിയർ ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനിയും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനലാണിത്. ബാക്ക് പാനലിൽ വരുന്നത് ഒരു 3 ഫേസ് ഇൻപുട്ട്, 3 ഫേസ് ഔട്ട്പുട്ട്, പിന്നെ 32 ആംബിയറിൻ്റെ 3 ഔട്ട്പുട്ട്, സിംഗിൾ ഫേസ് 3 എണ്ണം, ഓരോ ഫേസിൽ നിന്ന് ഓരോന്നെടുക്കാൻ. അതിൻ്റെ തൊട്ട് താഴെ 16 ആംബിയറിൻ്റെ ഒരു 3 സിംഗിൾ ഫേസ് എടുക്കണം. പിന്നെ 16 ആംബിയറിൻ്റെ 3 പിൻ ടോപ്പ് ഒരു 3 എണ്ണം, പിന്നെ 16 ആംബിയറിൻ്റെ 2 പിൻ 2 എണ്ണം ഔട്ട്. അത് ഏതെങ്കിലും ഒരു 2 ഫേസിൽ നിന്ന് 2 എണ്ണം എടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് MCBയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ട് പാനലിൽ വെക്കുമ്പോൾ നമുക്ക് MCB പിടിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ മുറിച്ചെടുക്കാനുള്ള ഒരു ചാനലാണിത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇങ്ങനോ ഇവിടെ വരുന്ന RYB 3 ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ മീറ്റർ, MCB, ഇവിടെ 4 പോള് നമ്മുടെ ഐസൊലേറ്റർ. അത് നമുക്ക് ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് സ്യൂട്ട് ആകുന്നുള്ള 4 MCB ഇതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കി അത് കറക്റ്റായിട്ട് നമുക്ക് പിടിപ്പിക്കാം. ഇതാണ് ഫ്രണ്ട് പാനൽ വരുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റൽ ഷീറ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പം അടുത്തത് നമ്മൾ ഇതാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് എൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ 3 ഫേസ്
32 ആംബിയറിൻ്റെ ഇൻപുട്ടാണ്. നമ്മൾ 3 ഫേസ് ഷോക്കയിലേക്ക് ഇൻപുട്ട് വരുന്ന കേബിളിൻ്റെ എൻഡ് കൊടുക്കുന്ന കണക്ടറാണ് ഇത്. കണ്ടല്ലോ, 32 ആംബിയർ ആണ് വരുന്നത്. എൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. 32 ആംബിയർ ആണ് വരുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് കേബിൾ മൗണ്ട് ആയിട്ടുള്ള ഈ ഒരു പോർഷനാണ്. ഇതും എൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. ഇതും 32 ആംബിയർ ആണ് വരുന്നത്. അത് നമ്മൾ മൗണ്ട് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പം നമുക്ക് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പം 3 ഫേസിൻ്റെ എൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ 32 ആംബിയർ ആണ്, മെയിലും ഫീമെയിലും ആണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വേറൊരു ഷോക്കോയിലേക്ക് നമുക്കൊന്ന് ലോഡ് ചെയ്യണമെങ്കിൽ 32 ആംബിയറിൻ്റെ തന്നെ എൽകോമിൻ്റെ തന്നെ ഔട്ട്പുട്ട് 3 ഫേസ് ഔട്ട്പുട്ട് സപ്ലൈ എടുക്കാനുള്ള ഒരു കണക്ടറാണിത്. ഇതും കേബിൾ ബോണ്ടാണ്. ഇതും 32 ആംബിയർ എൽകോമിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്രയും സാധനങ്ങളാണ് ഇത്. നമുക്ക് പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എടുക്കുന്ന 3 ഫേസിനെ നമുക്ക് സിംഗിൾ ഫേസ് ആയിട്ട് മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് നമ്മുടേതായ രീതിക്കാണ് നമ്മൾ ഈ ഷോക്കോ അസംബിൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടത് 16 ആംബിയറിൻ്റെ 3 ഔട്ട്പുട്ട്, 32 ആംബിയറിൻ്റെ 3 ഔട്ട്പുട്ട്, പിന്നെ 16 ആംബിയറിൻ്റെ 2 2 പിൻ ഔട്ട്, 16 ആംബിയറിൻ്റെ ഒരു 3 3 പിൻ ഔട്ട്പുട്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഓരോരുത്തർക്കും നമ്മുടെ പല ഷോപ്പിലും ഓരോ രീതിയിൽ അവർ ചെയ്തു വെക്കുന്നത്. ഇത് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തന്നെ വയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ മെറ്റൽ ഷീറ്റ് വെട്ടിയൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 32 ആംബിയറിൻ്റെ സിംഗിൾ ഫേസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെനിക്കേസ് എന്ന് പറയുന്ന കമ്പനിയുടെ കണക്റ്റേഴ്സാണ്. അതിൻ്റെ മെയിലും ഫീമെയിലും എല്ലാം മെനിക്കേസിൻ്റെ തന്നെയാണ്. മെനിക്കേസിൻ്റെ 32 ആംബിയറിൻ്റെ കണക്റ്റേഴ്സാണ്. ബ്രാൻഡഡ് ആണ്. ഓൾ ഇന്ത്യ നമ്മുടെ തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മെനിക്കേസിൻ്റെ. ലോകോത്തര നിലവാരമുള്ള ഒരു പ്രോഡക്റ്റാണിത്. മെനിക്കേസിൻ്റെ ആ കണക്ടർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 എണ്ണം, 3 32 ആംബിയറിൻ്റെ കണക്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. മെനിക്കേസിൻ്റെ തന്നെ 32 ആംബിയർ. ഇതും അത് തന്നെയാണ്, 32 ആംബിയറിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് 3 എണ്ണം. കണ്ടല്ലോ, മെനിക്കേസിൻ്റെ 32 ആംബിയറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 3 എണ്ണം 32 ആംബിയർ. രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്ന അവരുടെ തന്നെ മെനിക്കേസിൻ്റെ തന്നെ 16 ആംബിയർ വരുന്ന 3 ഔട്ട്പുട്ട് എടുക്കാനുള്ള മെയിലും ഫീമെയിലും കണക്ടറാണ്. അതും സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. മെനിക്കേസിൻ്റെ തന്നെ 16 ആംബിയർ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന 3 സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം ആ സെയിം തന്നെ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, മെനിക്കേസിൻ്റെ 16 ആംബിയറിൻ്റെ കണക്റ്റേഴ്സ്. ഇതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വെക്കുന്ന ഒരു റബ്ബറിൻ്റെ ഒരു ഷീറ്റാണ്. നമ്മൾ ഷീറ്റിൽ നമ്മൾ മെറ്റൽ ഷീറ്റ് മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സ് ആയിട്ട് നല്ലൊരു പ്രോപ്പറായിട്ട് പ്രസ്സായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടിയാണ്. അതിപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ കണക്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് ഐഡിയൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലൈറ്റുകളാണ് എടുക്കുന്നത്. RYB. അത് നമുക്ക് ഏത് കളർ വേണം എടുക്കാം. ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന ഓറഞ്ച്, ചുമല, നീല, ഈ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 220 വോൾട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റുകളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ 2 പിൻ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മെനിക്കേസിൻ്റെ തന്നെ 16 ആംബിയറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. 16 ആംബിയറിൻ്റെ മെനിക്കേസിൻ്റെ കണക്ടറാണ്. ഇത് സോക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 16 ആംബിയർ എന്ന്. അങ്ങനത്തെ 2 കണക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 16 ആംബിയറിൻ്റെ എൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ 3 പിൻ ഇതാണ് എടുത്തിരിക്കുന്നത്, പ്ലഗ് ആണ് എടുത്തിരിക്കുന്നത്. അത് മെനിക്കേസിൻ്റെ അല്ല, എൽകോം എന്ന് പറയുന്ന ബ്രാൻഡാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇത് കണ്ടാലേ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വയർ കൊടുക്കുന്നതാണ്. ഇത് പക്ഷേ പ്രോപ്പറായിട്ട് ഷോക്കോയിലൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ സോൾഡർ ചെയ്ത് സ്ലീവ് ഇട്ട് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം. ലൂസ് കോൺടാക്റ്റോ കാര്യങ്ങളോ വരരുത്. ഇത് അതിലേക്ക് നമ്മൾ കയറ്റിയിട്ടിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ 3 സൈഡിലെ ലോക്ക് അതിലേക്ക് പ്രസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ 3 കണക്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ 16 ആംബിയറിൻ്റെ 3 കണക്ടർ. ഓക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ കേസ്. നമുക്ക് ഈ ഷോക്കോ റെഡിയാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള
ഷോക്കോയുടെ 4 സൈഡിലും 2 സൈഡിലും മെറ്റൽ ഷീറ്റ് വരുന്ന ഭാഗത്ത് നമ്മളിത് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഷീറ്റ് പിടിപ്പിക്കാനും പിന്നെ MCB പിടിപ്പിക്കുന്ന സമയത്ത് ആദ്യം കാണിച്ച TV ചാനലും പിടിപ്പിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാനുള്ള ഒരു ക്ലാമ്പുകളാണിത്. ഇത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് 4 ഉണ്ട്. പിന്നെ നമ്മൾ MCB ഉപയോഗിച്ചിരിക്കുന്ന 16 ആംപിയർ റേറ്റിംഗ് വരുന്ന MCBകളാണ്. ഹഗർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ MCBകൾ ഉപയോഗിച്ചിരിക്കുന്നത്. 4 പോൾ ഐസൊലേറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതും ഹഗർ എന്ന് പറയുന്നതാണ്. അത് 40 ആംപിയർ വരുന്നതാണ്. അതായത് ഇതായിരിക്കും നമ്മുടെ മെയിൻ കൺട്രോൾ. 3 ഫേസ് നമുക്ക് ഷോക്ക് ഓൺ ആക്കാൻ ഓഫ് ചെയ്യാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് 4 പോൾ എന്ന് പറയുന്നത്. 4 പോൾ എന്ന് പറയുന്നത് ഒരേ സമയം ഇതിൻ്റെ ഇൻപുട്ടിൽ വരുന്നത് 3 ഫേസും 1 ന്യൂട്രലും, അങ്ങനെ 4 ഇത് ഒരു ഫേസ് 3 ഫേസ് എന്ന് പറയുന്നത് 3 ഫേസ് 1 ന്യൂട്രൽ. അതുകൊണ്ടാണ് അത് ഒന്നിച്ച് വന്ന് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും രീതിയിൽ ഒരു MCB റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ ഐസൊലേറ്റർ എന്ന് പറയുന്നത്. 4 പോൾ ഐസൊലേറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ആംപിയർ വരുന്നത് 40 ആംപിയർ ആണ്. പിന്നെ ഇത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മുടെ 32 ആംപിയറും 16 ആംപിയറും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സെക്ഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഹഗർ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ സിംഗിൾ MCB വെച്ചാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ ആ MCB എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം. അപ്പം അതാണിത്. ഇത് 16 ആംപിയർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 32 ആംപിയർ ഉണ്ട്. അതായത് 16 ആംപിയർ നമ്മുടെ കണക്ടേഴ്സിനെല്ലാം നമ്മൾ 16 ആംപിയറും 32 ആംപിയർ ലോഡ് ചെയ്യുന്ന കണക്ടേഴ്സിനെല്ലാം 32 ആംപിയർ. അത് നമ്മൾ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ 16ന്റെ സ്ഥാനത്ത് നമുക്ക് 32 കൊടുക്കാം, ഈ 32 സ്ഥാനത്ത് 16 കൊടുക്കാം. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് കണക്ടേഴ്സിന് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ 16, 32 നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 16ന്റെ 32ന്റെ MCB തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വീഡിയോകളൊക്കെ വയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ DBക്കകത്ത് കൊടുക്കുന്ന ഒരു കണക്ടറാണെന്ന് വേണേൽ പറയാം. നമ്മൾ വയർ വെച്ച് ഇപ്പോൾ ഒരു 4 MCB ഉണ്ടെങ്കിൽ ഒരു ഫേസിൻ്റെ 4 MCB വയർ വെച്ച് ലൂപ്പ് ചെയ്യുന്നതിന് പകരം ആ 4 MCB നമ്മൾ DBക്കകത്ത് ആ ഒരു ചാനൽ ഇട്ടതിന് ശേഷം 1, 2, 3, 4 എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് ഇത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഈ ഏതെങ്കിലും ഒരു ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 3 MCBയിലും ഫേസ് ലൂപ്പ് ആകുന്ന ഒരു രീതിയാണ്. ഇത് കണക്ടർ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ DB വയർ ചെയ്യുന്ന സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു കണക്ടർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ന്യൂട്രൽ ലിങ്ക് ആണ്. നമ്മൾ ഷോക്കോ പോലത്തെ കാര്യങ്ങൾ വയർ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും ഈ MCBക്കുള്ള ഈ MCB എന്ന് നമ്മൾ പോകുന്ന സർക്യൂട്ടിന് ന്യൂട്രൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എല്ലാ കണക്ടറിൽ നിന്ന് കൂട്ടിപ്പിരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. അത് കഴിയുന്നതും ഷോക്കോ പോലുള്ള ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ പിരിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ന്യൂട്രൽ ബ്രേക്ക് ആവുകയോ അവിടെ ആർക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ലൂസ് ആവുന്ന സമയത്ത് അവിടെ ലോഡ് ഉണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവുമോ എന്തെങ്കിലും ആർക്കിംഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കഴിയുന്നത് ഇതുപോലത്തെ ന്യൂട്രൽ ലിങ്കുകൾ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ന്യൂട്രൽ എപ്പോഴും പക്ക ടൈറ്റ് ആയിരിക്കണം. ന്യൂട്രലായിരിക്കും എപ്പോഴും ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു സാധനം ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആംപിയർ കൂടുതൽ വരാൻ ചാൻസ് ന്യൂട്രൽ ലിങ്കിലായിരിക്കും. അപ്പം ന്യൂട്രൽ പ്രോപ്പർ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ ഷോക്കോ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ന്യൂട്രൽ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ന്യൂട്രൽ വയറുകളെല്ലാം ലൂപ്പ് ചെയ്യുക. പിന്നെ 3 ഫേസ് ഒരു മീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. മൾട്ടിസ്പാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നിങ്ങളെ തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മീറ്റർ. ഇതിനകത്ത് നമുക്ക് 3 ഫേസിൻ്റെ വോൾട്ടേജ്, 3 ഫേസിൻ്റെ ആംപിയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്ര ലോഡ് എടുക്കുന്നു, എത്ര വോൾട്ടേജ് ഉണ്ട്, ഓരോ ഫേസിലും എത്ര ലോഡ് എടുക്കുന്നു, ഓരോ ഫേസിലും എത്ര വോൾട്ടേജ് എടുക്കുന്നു, അങ്ങനത്തെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു മീറ്റർ കൊണ്ട് മാത്രം സാധിക്കത്തില്ല. പവർ മാറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് CT എന്നാണ് പറയുന്നത്. ഒരു ഫേസിലെ ലോഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. CT ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. ഇത് 3 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 3 ഫേസിലെ ലോഡ് കാര്യങ്ങൾ ഈക്വലായിട്ട് നമുക്ക് ഓരോ ഫേസിലും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി 3 ഫേസിനും നമുക്ക് 3 CT വേണം. ആ 3 CT നമുക്ക് ഇങ്ങനെയാണ് CT ഇരിക്കുന്നത്. ഇവിടാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഈ കണക്ഷൻ ഇവിടുന്ന് നേരെ എടുത്ത് ഈ മീറ്ററിൻ്റെ പുറകിൽ നമുക്ക് CT കൊടുക്കുന്നത് L1, L2, L3 എന്ന് പറഞ്ഞ് CT കൊടുക്കുന്നത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്.
ഈ ഹോളിനകത്തൂടാണ് നമ്മൾ 3 ഫേസിൽ ഓരോ ഫേസിൻ്റെ വയർ നമുക്ക് കടന്നു പോകുന്നത്. ആ സമയത്താണ് ഈ CT സെൻസ് ചെയ്യുകയും അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ഈ മീറ്ററിൽ അറിയപ്പെടാനും പറ്റും. ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് 100 ആംപിയർ ആണ്. 100/5 ആംപിയർ, അതായത് 100 to 5 ആംപിയർ, 5 ആംപിയർ മുതൽ 100 ആംപിയർ വരെ നമുക്കിത് ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റിംഗ് 5/100 എന്ന് പറയുന്നത്. അങ്ങനത്തെ 3 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു ഷോക്കോ 3 ഫേസ് ഷോക്കോ ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ ഇത് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ സിംഗിൾ ഫേസ് നമുക്ക് ഒരു കൂടുതൽ എടുക്കണമെങ്കിൽ ഇതിൻ്റെ എണ്ണങ്ങൾ പല രീതിയിലും കൂട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരാളുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ഇത് നമുക്ക് പ്ലേറ്റിൽ പിടിപ്പിക്കുന്നതും കൂടി നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം അടുത്ത വീഡിയോയ്ക്കകത്തായിരിക്കും നമ്മൾ ഇതിൻ്റെ വയറിംഗ് സെഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് 32 ആംപിയറിൻ്റെ കണക്റ്റേഴ്സ് ഒക്കെ നമുക്ക് പിടിപ്പിക്കാം. ഓക്കെ, ബാ. അപ്പം ഈ റബ്ബറിൻ്റെ ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെക്കുന്ന വരെ നല്ല സീറ്റിംഗ് ആയിട്ട് ഒന്ന് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അത് ഈ സെപ്പറേറ്റ് മേടിക്കുന്നതല്ല, ഈ കമ്പനിയുടെ സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. കട്ട് ചെയ്തോ. അപ്പോൾ നമ്മൾ ബോൾട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ബോൾട്ടുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സപ്പോർട്ട് പുറയിൽ ആ ബോൾട്ടിന് കൊടുത്തിട്ട് നമുക്ക് ഗണ്ണ് വെച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ 32 ആംപിയറിൻ്റെ 3 നമ്മൾ പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഈ പുതിയതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കറകത്ത് കാണും, അത് ഇങ്ങനെ പറിച്ച് കളയാവുന്നതാണ്. അപ്പം 3 നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഗണ്ണും നമ്മൾ ഈ ഒരു ഇതും കൂടി ഇട്ടാണ്, സാധനം കൂടി ഇട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ഈ ഒരു റബ്ബറിൻ്റെ ബുഷ് കണ്ടോ, ഇത് നമ്മൾ ടൈറ്റ് ആകുന്ന സമയത്ത് ഇത് നമ്മുടെ മെറ്റൽ ഷീറ്റും ഈ കണക്ടറും തമ്മിൽ അങ്ങോട്ട് നല്ല പോലെ അങ്ങ് സിങ്ക് ആവും. അപ്പോൾ ഇത് കണ്ടോ, ഒരു പശയുടെ ഒരു രീതിയിലേക്ക് ഇത് നമ്മുടെ കണക്ടറും ഈ മെറ്റൽ ബോഡിയായിട്ട് അങ്ങ് പ്രസ് ആകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇപ്പോൾ ഒരു വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഈർപ്പം പോലും എൻ്റെ ഇടയിലോട്ട് കയറത്തില്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 32 ആംപിയർ പിടിപ്പിച്ചു. ഇനി 16 ആംപിയറിനെ കണക്ട് ചെയ്യാം. ബാ, അടുത്ത നമ്മൾ സെയിം തന്നെ 16 ആംപിയറിനെ പിടിപ്പിക്കാൻ പോകും. ഇതിനുമുണ്ട് ഇതുപോലത്തെ റബ്ബർ വാഷ് കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഈ ബോൾട്ട് ഇട്ടിട്ട് താഴോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും എളുപ്പമാണ്.
അപ്പോൾ നമ്മൾ 16 ആമ്പിയറിൻ്റെ നമ്മൾ പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം ഈ കണക്ടർ മേടിക്കുമ്പോൾ വരുന്നതാണ്. അതെല്ലാം ഒന്ന് കളയുക. കണ്ടല്ലോ. ഇനി നമുക്ക് 2 പിന്ന് 2 ഉണ്ട്, 3 പിൻ്റെ 16 ആമ്പിയർ 3 ഉണ്ട്, 2 പിന്ന് 16 ആമ്പിയർ 2 ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ 3 ഫേസിന് 32 ആമ്പിയറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് 3 സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് 2 പിന്ന് 16 ആമ്പിയർ പിടിപ്പിക്കാം. ബാ, ഒന്നുകൂടെ ഉണ്ട്, ഇട്ടു 2. ഓക്കെ, ബാ. അപ്പം നമ്മളങ്ങനെ 16 ആമ്പിയറിൻ്റെ 2 പിന്നും നമ്മൾ പിടിപ്പിച്ചു. ഇനി നമുക്ക് 16 ആമ്പിയറിൻ്റെ 3 പിൻ പിടിപ്പിക്കാം. നമ്മളിത് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സീറ്റിയും ഐസൊലേറ്ററൊക്കെ വെച്ച് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കും കേട്ടോ. ഇതിന് പിന്നെ സ്ക്രൂ ഇല്ല, നമ്മൾ കയറ്റിയിട്ട് താഴോട്ട് നമ്മൾ പ്രസ് ചെയ്തിടാണ്. അതിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാൽ മതി. പ്രസ് ചെയ്തിടുമ്പോൾ നിങ്ങൾ ഓർക്കും ലൂസ് കോണ്ടാക്റ്റ് ആണ്, കിടന്നിങ്ങനെ പ്ലേ ഉണ്ടെന്ന്. ഒരു പ്ലേയും ഇല്ല. കണ്ടോ കണ്ടോ, പക്ക സീറ്റിംഗ് ആണ്. കണ്ടോ, ഇനി നമുക്കിത് വയർ ചെയ്യുന്ന സോൾഡർ ചെയ്ത് വേണം. അപ്പം ഇത്രയാണ് നമ്മുടെ ബാക്ക് പാനൽ വരുന്നത്. ഇനി നമുക്ക് 3 ഫേസും കൂടി പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് ഷോക്കോയ്ക്കുള്ള 3 ഫേസ് ഇൻപുട്ട് വരുന്ന കണക്ട് പിടിപ്പിക്കാം. ഇതിന് ബ്ലാക്ക് ആണ് കേട്ടോ, അതിൻ്റെ താഴെ വരുന്ന റബ്ബർ ബുഷ് വരുന്നത്.
അടുത്ത നമുക്ക് 3 ഫേസിന് നമുക്ക് വേറൊരു ഷോക്കോട്ട് എടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടിയുള്ള ഈ ഷോക്കോയുടെ ഔട്ട്പുട്ടാണ്. അപ്പം നമ്മൾ ഇതിനോട് ഒന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തേക്കാം. ചില സ്ഥലത്ത് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം നമുക്ക് സ്ക്രൂ ഡ്രൈവർ തന്നെ ശരണം. കാരണം ഗണ്ണ് നമുക്കകത്തെ പിടിക്കാൻ പറ്റുന്നില്ല, ഇത് ടച്ച് ചെയ്യുന്നു. ബാക്ക് പാനലിൻ്റെ കണക്റ്റേഴ്സ് മൗണ്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം തീർന്നു. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മിനുക്ക് പണി കൂടി ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഈ ഒരു 2 സ്ക്രൂ ഒന്ന് അഴിക്കണം. അതെന്തിനാന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതൊന്ന് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാനായിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോടൊരു ന്യൂട്രൽ ലിങ്കിൻ്റെ കേസ് ആയിട്ട് പറഞ്ഞില്ലേ, ആ ന്യൂട്രൽ ലിങ്ക് നമുക്ക് മൗണ്ട് ചെയ്യേണ്ടത് ആ 2 സ്ക്രൂവേലാണ്. അതായത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടാണ് ഈ 2 സ്ക്രൂവാണ് പിടിപ്പിക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഈ കണക്റ്റേഴ്സിൻ്റെ മുഴുവൻ ന്യൂട്രൽ ലിങ്ക് വന്ന് കയറുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് വേറൊരു സ്ഥലത്ത് ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് നമ്മൾ ലൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. ഓക്കെ, ഫൈനലൈസ് ചെയ്ത് നമ്മൾ സെറ്റിങ് എല്ലാം കഴിയുമ്പോൾ ഫൈനലൈസ് ആയിട്ട് ഈ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. കണ്ടോ, ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ ഷോക്കോയുടെ 3 ഫേസ് ഷോക്കോയുടെ ബാക്ക് പ്ലേറ്റ് വന്നിരിക്കുന്ന ഫിറ്റിങ്സ് മൊത്തം എത്രയാണ്? 16 ആംപിയറിൻ്റെ 3 എണ്ണം, 32 ആംപിയറിൻ്റെ 3 എണ്ണം, 16 ആംപിയറിൻ്റെ 3 എണ്ണം, 16 ആംപിയറിൻ്റെ 3 പിന്ന് 3 എണ്ണം, 16 ആംപിയറിൻ്റെ സിംഗിൾ ഫേസ് നമ്മളെടുക്കുന്ന 2 പിൻ മോഡലുള്ള 2 എണ്ണം. ഇതിൻ്റെ എല്ലാം പ്രത്യേകത, ഈ മെനിക്കേസിൻ്റെ കണക്ടർ, എൽകോമിൻ്റെ കണക്ടർ, അങ്ങനെ ബ്രാൻഡഡ് കണക്ടർ എടുക്കുന്നതിന് എല്ലാത്തിനും നമുക്ക് 2 പിൻ ആണെങ്കിലും നമുക്ക് എർത്തിൻ്റെ ഓപ്ഷൻ വിത്തിൽ അവർ കൊടുക്കുന്നുണ്ട്. എൻ്റെ വേറെ നമ്മുടെ ഈ ഓൺലൈനൊക്കെ മേടിക്കുന്ന കുറഞ്ഞ ടൈപ്പ് ഉണ്ട്, അതിനൊന്നും എർത്തില്ല, ഫേസും ന്യൂട്രലും മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാത്തിനും എർത്തുണ്ട്. പിന്നെ മെയിൻ ഇൻപുട്ട് വരുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ഇതിൻ്റെ എല്ലാ ന്യൂട്രൽ ലിങ്ക് നമ്മൾ ഇവത്തേന്നെല്ലാം വരുന്ന ന്യൂട്രൽ മെയിൻ ഇവത്തെ കയറിയിട്ട് ഇതിൻ്റെ എല്ലാ ന്യൂട്രൽ സെപ്പറേറ്റ് ഇവത്തെ വരും. കാരണം ലൂപ്പിങ് നമ്മൾ കഴിയുന്ന ഒഴിവാക്കിയിട്ട് 1 2 3 4 5 6 7 8 9 10 11 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം ഉണ്ട്. അതായത് മെയിൻ ഇൻപുട്ട് ന്യൂട്രൽ വരുന്നു. ഇതിൻ്റെ എല്ലാ ന്യൂട്രൽ സെപ്പറേറ്റ് ഇവത്തിൽ വന്നു വരും. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ലൂസ് കോൺടാക്റ്റും ഇല്ലാതെ പ്രോപ്പറായിട്ട് തന്നെ ന്യൂട്രൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾവശത്തെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇത് ബാക്ക് പോർഷൻ വന്നു കഴിയുമ്പോൾ കണ്ടോ, ഇത്രയാണ് ഇതിൻ്റെ പാനലിൻ്റെ വരുന്നത്. ഇനിയും അടുത്ത ദിവസമാണ് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇതിൻ്റെ വയറിങ്, കാരണം ഇതിലൊക്കെ സോൾഡറിങ്, അതെ ഒന്ന് കാണിച്ചു കൊടുത്ത്, ഇതിലൊക്കെ നമുക്ക് സോൾഡറിങ് ആണ് വരുന്നത്. അത് സ്ലീവ് ഇട്ട് നമ്മൾ സോൾഡർ ചെയ്യണം. ഇതിലൊക്കെ നമ്മൾ ലെഗ് അടിച്ച് നമുക്ക് വയർ കൊടുക്കാം, സോൾഡർ ചെയ്തും കൊടുക്കാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എൻ്റെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംശയം ചോദിക്കുന്നത് പറഞ്ഞു തരുന്നതല്ല, എനിക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പേര് സാം ചേട്ടൻ്റെ പേരാണ്. സാം ചേട്ടനോടാണ് ഞാൻ ഇതിൻ്റെ ഒരു കാര്യത്തിൻ്റെ ചോദിച്ചപ്പോൾ പറഞ്ഞ്, എപ്പോഴും നമ്മൾ കണക്റ്റേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ലെഗ് അടിച്ച് കൊടുക്കുന്നേക്കാൾ നല്ലത് സോൾഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ലെഗ് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ലൂസ് കോൺടാക്റ്റോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത് ലൂസാകാൻ ഒരു പക്ഷേ 100% അല്ല പറയുന്നത്, ഒരു പക്ഷേ പോകാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ വയറുകളെല്ലാം നമ്മൾ ലെഡ് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിരിക്കും.
എന്നിട്ട് നമ്മൾ ഇതിനിടയ്ക്ക് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പക്കയായിട്ട് ടൈറ്റായിട്ടിരിക്കും. അത് സാംചേട്ടൻ പറഞ്ഞു തന്ന ഒരു അറിവാണ്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഇന്ന് നമ്മൾ ഷോക്കോ ഉണ്ടാക്കാനായിട്ട് മേടിച്ച സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കുക. ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി നമുക്ക് ഈ ഷീറ്റ് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്തതും എല്ലാം നമ്മുടെ ചെങ്ങന്നൂരുള്ള ഷോപ്പിലെ ഡെസിബൽ ഷോപ്പിലെ രഞ്ജിത്തേട്ടനാണ് അതിൻ്റെ ഓണർ. രഞ്ജിത്തേട്ടനുള്ള താങ്ക്സ് ഈ സമയത്ത് പറയുകയാണ്. അപ്പം രഞ്ജിത്തേട്ടൻ അവിടെ ഷോക്കോ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ട, ഗാനമേളയ്ക്ക് വേണ്ട സൗണ്ടുകാർക്ക് നോർമൽ സൗണ്ടിന് വേണ്ടതും പ്രൊഫഷണൽ നമ്മൾ പവറായിട്ട് ഗാനമേളയ്ക്കൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്ക് അങ്ങനെ ഏത് രീതിയിലുള്ള സാധനങ്ങളും അവിടെ രഞ്ജിത്തേട്ടൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായ ഐഡിയയ്ക്ക് ഞാൻ എൻ്റെ ഇന്ന സാധനങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ രീതിക്ക് അത് നമുക്ക് ഷീറ്റ് വെട്ടി എല്ലാം പൗഡർ പെയിൻ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നാണ്. പിന്നെ ഈ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേറെ അങ്ങ് പോകേണ്ടി വന്നില്ല. ഈ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഷോക്കോ ഉണ്ടാക്കാനാണല്ലോ എന്ത് സാധനവും അവിടെ ആ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇൻ കേസ് നമ്മൾ ചെല്ലുമ്പോൾ ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് വേറെ എവിടുന്നെങ്കിലും ബ്രാൻഡഡ് ആണ് അത് എങ്കിൽ അത് ലോക്കൽ പർച്ചേസ് ചെയ്ത് തരത്തില്ല. ബ്രാൻഡഡ് സാധനം തന്നെ പുള്ളി ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം മുമ്പോട്ട് പോകും. അല്ല എങ്കിൽ എവിടുന്നെങ്കിലും നമുക്ക് വേണ്ട ബ്രാൻഡഡ് സാധനങ്ങൾ പുള്ളി അത് പർച്ചേസ് ചെയ്ത് തരും. അങ്ങനെ എനിക്ക് ഈ സാധനങ്ങളെല്ലാം ഈ CT ആണെങ്കിലും ഇതിൻ്റെ കണക്ടർ ആണെങ്കിലും ഇതിൻ്റെ ഈ ക്ലാമ്പ് ആണെങ്കിലും എന്തിന് ഈ ഒരു കണക്ടർ പോലും ആണെങ്കിലും എല്ലാ ഷോപ്പിലുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടുന്ന് തന്നതാണ്. അപ്പം ഇതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഷോക്കോ സ്വന്തമായിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി. കൊറിയറായിട്ടും എല്ലാം അയച്ചു തരുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് ഒറ്റയടിക്ക് പറഞ്ഞു പോകാത്ത ഇത് തന്നെ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക്, ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതിൻ്റെ പാർട്ടായിട്ട് കാണുമ്പോൾ ഫിറ്റിങ്സ് തൊട്ട് ഇതിൻ്റെ വയറിങ് കഴിഞ്ഞ് നമുക്ക് കണ്ടീഷനാക്കി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരാൾക്ക് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ കണ്ടാലേ, ഈ പാർട്ടുകളെല്ലാം കണ്ടാലേ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.